ഹേ എവരിബഡി, വണക്കം. അപ്പോൾ എൻ്റെ ഫ്രാൻസ് ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഈഫൽ ടവർ കാണാൻ വേണ്ടിയിട്ട് കയറാൻ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പം നൈറ്റാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത്. 10 മണിയുടെ സ്ലോട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരാണുള്ളത്. ഈ ടൈമിലുള്ള ഈഫൽ ടവറിൻ്റെ വ്യൂ അടിപൊളിയാണ്. പക്ഷേ ഈ ഈഫൽ ടവറിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. അപ്പം അതൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാലം തന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടും വരിക. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഡു ദിസ്. സോ ബേസിക്കലി രാത്രി ടൈമിൽ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഈഫൽ ടവറിൽ ക്യൂ നിൽക്കാതെ കയറാൻ പറ്റി. പകൽ വന്നപ്പോൾ വലിയ ക്യൂ തന്നെയായിരുന്നു. ഇവിടെ ഉള്ളിലും വലിയ തിരക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഈസ് ബിസി. ഈഫൽ ടവർ എൻട്രിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പോയ നൈറ്റ് ടൈമിൽ 10 മണി ടൈമാണ് നേരത്തെ പറഞ്ഞ പോലെ. 10 മണി ടൈമിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രൗണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് മേലേക്ക് കയറാനുള്ള ഓപ്ഷൻസ് നോക്കിയത്. 2 ഓപ്ഷൻസാണ് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്സ് ത്രൂ കയറാം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ട്. ടോപ്പ് ഫ്ലോർ ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. 2nd ഫ്ലോർ വരെയാണ് എൻട്രി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വരെ നമുക്ക് ലിഫ്റ്റിൽ പോകാം. ഞങ്ങൾ ഓൾറെഡി പാരീസിൽ സ്ട്രീറ്റ് ലക്സുകളിലൊക്കെ കിടന്ന് നടന്ന് ഒരുവിധം ആയതുകൊണ്ട് തന്നെ ലിഫ്റ്റ് തന്നെയായിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. Do you remember when you said you'd stay? When all of our memories kept us feeling okay. I know that you've been crying again, but time again I tried my best to be there for you. You don't remember I remember you. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈഫൽ ടവറിൽ ഈ ലൈറ്റ് ഷോ ഉണ്ട്. 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ ഈ ലൈറ്റൊക്കെ ബ്ലിങ്ക് ആവുന്ന ഈ സെറ്റപ്പാണ് ലൈറ്റ് ഷോ. അപ്പോൾ ഈഫൽ ടവറിൽ നിന്നിട്ടും ഈഫൽ ടവറിന് പുറത്ത് നിന്നിട്ടും ഞങ്ങൾക്ക് ഈ ലൈറ്റ് ഷോ വിറ്റ്നസ് ചെയ്യാൻ പറ്റി. ആക്ച്വലി ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അതിമനോഹരമായിരുന്നു ഈഫൽ ടവറിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലും മനോഹരമായിരുന്നു ഈഫൽ ടവറിൽ നിന്നുള്ള പാരീസ് നഗരത്തിൻ്റെ വ്യൂ. ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ സീൻ റിവറും അതുപോലെ തന്നെ ഈഫൽ ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങാണ് പാലസ് ഡി ഷാലിയോട്ട് എന്ന് പറഞ്ഞ ബിൽഡിങ്ങാണ്. അതിൻ്റെയൊക്കെ വ്യൂ അതിമനോഹരമായിരുന്നു എന്ന് തന്നെ പറയണം. ആൻഡ് ഈ ടൈമിലും സീൻ റിവറിൽ കൂടെ ടൂറിസ്റ്റുകളെയും കൊണ്ട് ഈ ബോട്ടും സംഭവങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഈഫൽ ടവറിൻ്റെ ഉള്ളിലും കുറച്ച് ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ചായയും സ്നാക്സൊക്കെ ആ ടൈമിലും അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ്, മാഗ്നറ്റ്സ്, മോണുമെൻറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്.